ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയില് നമ്മള് ഒന്ന് രണ്ട് എൻ ക്ലാസ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. പക്ഷെ ഈ ക്വസ്റ്റ്യൻസ് ഇതേപോലെ തന്നെ DME സ്റ്റാഫ് നേഴ്സ് എക്സാമിനും എയിംസ് എക്സാമിനും ഇതേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്റ്റാഫ് നേഴ്സിന്റെ DME സ്റ്റാഫ് നേഴ്സിന്റെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞുപോയി. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. നേഴ്സ്കിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ നമുക്ക് തന്നെ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ നേഴ്സ് കെയറിംഗ് ഫോർ എ ക്ലയന്റ് വിത്ത് സിറം കാൽസ്യം 6.8 milligram per deciliter. വാട്ട് വുഡ് ദ നേഴ്സ് എക്സ്പെക്ട് ദ ചേഞ്ച് ഓൺ ദ ഇലക്ട്രോകാർഡിയോഗ്രാം? ECGയിൽ 6.8 കാൽസ്യം വരുമ്പോൾ എന്താണ് ECGയിൽ ചേഞ്ച് വരേണ്ടത്? നേഴ്സ് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ നൺ, ദിസ് ഈസ് നോർമൽ കാൽസ്യം ലെവൽ. ഓപ്ഷൻ ബി പ്രൊലോങ്ഡ് QT ഇന്റർവൽ. ഓപ്ഷൻ സി ഷോർട്ടൻഡ് ST സെഗ്മെന്റ്. ഓപ്ഷൻ ഡി വൈഡൻഡ് T വേവ്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ കാൽസ്യം ലെവൽ, സിറം കാൽസ്യം ലെവൽ എത്രയാണെന്ന് അറിയണം. പിന്നെ ഈ കാൽസ്യം ലെവൽ കുറയോ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ ECGയിൽ എന്തൊക്കെയാണ് മാറ്റം വരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, പ്രൊലോങ്ഡ് QT ഇന്റർവൽ ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് നോർമൽ കാൽസ്യം ലെവല് എത്രയാണ് എന്ന് നോക്കാം. നമുക്കറിയാം നോർമൽ കാൽസ്യം ലെവൽ എന്ന് പറഞ്ഞാൽ 8.6 to 10 milligram per deciliter ആണ്. അറിയാത്തവർ ഇപ്പൊ തന്നെ അത് പഠിക്കുക. എ സിറം കാൽസ്യം ലെവൽ ലോവർ ദാൻ 8.6 ഇൻഡിക്കേറ്റ് ഹൈപ്പോകാൽസിമിയ അല്ലെ. അപ്പൊ നമ്മളെ മോണിറ്റർ ചെയ്യുമ്പോൾ ഇലക്ട്രോ കാർഡിയോഗ്രാഫിക് ചേഞ്ചസ്, ECG ചേഞ്ചസ് that occur in a client with hypocalcemia include prolonged ST or QT interval. So prolonged ST interval അല്ലെങ്കിൽ QT interval അല്ലെ. QT interval ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ST അല്ലെങ്കിൽ QT interval പ്രൊലോങ് ചെയ്യുന്നത് ഹൈപ്പോകാൽസിമിയയിലാണ്. The ECG hallmark of hypocalcemia remains the prolongation of the QT interval because of the lengthening of the ST segment. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഹൈപ്പോകാൽസിയമിയില് പ്രൊലോങ്ഡ് ST അല്ലെങ്കിൽ QT ഇന്റർവൽ വരും. സോ ഞാനിവിടെ എഴുതാം പ്രൊലോങ്ഡ് QT ഓർ ST ഇന്റർവൽ. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A nurse is changing the central line dressing of a client receiving parenteral nutrition and notes that there is redness and drainage at the insertion site. The nurse next assesses which of the following? Option A, time of last dressing change. Option B, allergy. Option C, client's temperature. Option D, expiration date. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ. നേഴ്സ് ഈസ് ചേഞ്ചിങ്, സെൻട്രൽ ലൈൻ ഡ്രസ്സിംഗ് ചേഞ്ച് ചെയ്യുകയാണ് അല്ലെ. ആ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പാരന്റൽ ന്യൂട്രീഷൻ ഒക്കെ കൊടുക്കുമ്പോൾ സാധാരണ വെയിനിലൂടെ കൊടുക്കാൻ പറ്റില്ല, സെൻട്രൽ ലൈനിലൂടെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. സെൻട്രൽ ജുഗുലർ വെയിൻ ഒക്കെ വഴിയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് അവിടെ റെഡ്നെസ് വന്നു, ഡ്രെയിനേജ് വന്നു അറ്റ് ദ ഇൻസർഷൻ സൈറ്റ്. അപ്പൊ ആ ഇൻസർഷൻ സൈറ്റിൽ ഡ്രെയിനേജ്, ഇൻസർഷൻ സൈറ്റ്. അപ്പം നേഴ്സ് എന്താണ് അസസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ചിലപ്പോൾ ലാസ്റ്റ് എപ്പോഴും ഡ്രസ്സിംഗ് ചേഞ്ച് ചെയ്തു എന്ന് നോക്കാം. അപ്പൊ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ക്ലയൻസ് ടെമ്പറേച്ചർ ആണ് അല്ലെ. ഇൻഫെക്ഷൻ ആണ്. 15% ഡെത്ത് സംഭവിക്കുന്നത് ഇൻഫെക്ഷൻ കൊണ്ടാണ് അല്ലെ. അപ്പൊ ക്ലയൻസ് ടെമ്പറേച്ചർ ആണ് ചെക്ക് ചെയ്യേണ്ടത്. റെഡ്നെസ് അറ്റ് ദ കത്തീറ്റർ ഇൻസർഷൻ സൈറ്റ് ഈസ് എ പോസിബിൾ സൈൻ ഓഫ് ഇൻഫെക്ഷൻ. ദ നേഴ്സ് വുഡ് അസസ് ഫോർ ദ അതർ സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ ഓഫ് ദ ഓപ്ഷൻസ് ഗിവൺ. അപ്പൊ ഇത് ആ ഓപ്ഷൻസിലുള്ള എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ഇമ്മീഡിയറ്റ്ലി നമ്മൾ ടെമ്പറേച്ചർ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ എന്താണ്? ദർ ഇസ് എ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ അല്ലെ. ദ ടെമ്പറേച്ചർ ഈസ് ദ നെക്സ്റ്റ് ഐറ്റം ടു അസസ്. അപ്പൊ റെഡ്നെസ് അറ്റ് ദ കത്തീഡ്രൽ ഇൻസർഷൻ സൈറ്റ്, ആ പോസിബിൾ സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണം. TPN റിക്വയർസ് ക്രോണിക് IV ആക്സസ്, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള IV കത്തീഡ്രൽ വേണ്ടി വരും ഫോർ ദ സൊല്യൂഷൻ ടു റൺ ത്രൂ. ആൻഡ് ദ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദിസ് കത്തീഡ്രൽ. ഇൻഫെക്ഷൻ ഈസ് എ കോമൺ കോസ് ഓഫ് ഡെത്ത്. These patient with a 15% of the ഡെത്ത് വരുന്നത് സെൻട്രൽ ലൈൻ ഇൻഫെക്ഷൻ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. മോർട്ടാലിറ്റി റേറ്റ് 15%. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയിട്ട് നമ്മുടെ നേഴ്സ്കിൻ ആപ്പിൽ ജോയിൻ ചെയ്യാം. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഫ്രീ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഫ്രീ ക്ലാസ്സുകൾ നോക്കിയിട്ട്
താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. സോ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.